ദേ സമ്മാനങ്ങൾ നിറയെ, ഓഫറുകൾ അതിലേറെ. ഈ ഓണം ആഘോഷിക്കാൻ വേറെ എന്ത് വേണം? കല്യാണാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1% മുതൽ. കൂടാതെ മൊബൈൽ നമ്പറിലെ അവസാന അക്കത്തിന്റെ 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ്. കഴിഞ്ഞില്ല, ഒരു ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോൾ മറ്റൊന്നിന്റെ പണിക്കൂലി തികച്ചും സൗജന്യം. യു ക്യാൻ ഡിസൈഡ് പണിക്കൂലി. സ്പെഷ്യൽ കൗണ്ടറിലെ ഡിസൈനുകൾ നിങ്ങൾ പറയുന്ന പണിക്കൂലിയിൽ. ഒപ്പം ആന്റിക് നഗാസ് കളക്ഷനുകൾ ഫാക്ടറി വിലയിൽ. അത് മാത്രമല്ല, അത്തം മുതൽ തിരുവോണം വരെ ഓരോ പർച്ചേസിനും അഷ്യോർഡ് ഗിഫ്റ്റ്സ്. ഈ ഓണം ആഘോഷിക്കാം പൊന്നിനേക്കാൾ തിളക്കത്തോടെ. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുക, പൊതു ശുചിമുറി നിർമ്മിക്കുക, തകർന്ന സിഗ്നൽ പോസ്റ്റ് പുനഃസ്ഥാപിക്കുക, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി. ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒപ്പുശേഖരണത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോ അതിനോട് സഹകരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഉണ്ടാകണം. ഒപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ബസ് സ്റ്റോപ്പ് വരാതിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് ആരും ധരിച്ചു വെക്കേണ്ടതില്ല. ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടോ ബലഹീനത കൊണ്ടോ ആണ് എന്ന് ബന്ധപ്പെട്ട ഒരു അധികാരികളും തെറ്റിദ്ധരിച്ചു വെക്കേണ്ടതില്ല. ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ബസ് സ്റ്റോപ്പ് വരാതിരിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബദിരകർണങ്ങളിലേക്ക് കേൾക്കാനും നിങ്ങളുടെ കാഴ്ചയില്ല എന്ന് ധരിക്കുന്ന കണ്ണുകളിൽ കാണാനും വേണ്ടി ഞങ്ങൾ ആദ്യമായി ഈ മെമ്മോറാണ്ടവുമായി നിങ്ങളെ സമീപിക്കാൻ വേണ്ടി വരുന്നത്. പന്നിത്തടം സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇടം പ്രസിഡന്റ് KR രാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അക്ബർ അലി, NS സത്യൻ, NV ആന്റണി മാസ്റ്റർ, മേജർ KP ജോസഫ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് പന്നിത്തടം സെന്ററിലെ ഇരുഭാഗങ്ങളിലുമുണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചുമാറ്റിയത്. ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇവ പുനർനിർമ്മിക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികളടക്കമുള്ള നൂറുകണക്കിന് യാത്രക്കാരാണ് നിലവിൽ വെയിലും മഴയും കൊണ്ട് വഴിയിൽ കാത്തു നിൽക്കേണ്ടി വരുന്നത്. കൃത്യമായി ബസ് സ്റ്റോപ്പുകൾ ഇല്ലാത്തതിനാൽ വാഹനം നിർത്തുന്ന ഇടങ്ങളിലേക്ക് യാത്രക്കാർ ഓടിയെത്തേണ്ട അവസ്ഥയുമാണ്. സെന്ററിലെ വാഹനം ഇടിച്ച് തകർന്ന സിഗ്നൽ പോസ്റ്റ് പുനഃസ്ഥാപിക്കാത്തതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതിനാൽ ട്രാഫിക് നിയമലംഘനങ്ങളും അപകടങ്ങളും ഇവിടെ പതിവായിരിക്കുകയാണ്. നാട്ടുകാരും വഴിയാത്രക്കാരും വിദ്യാർത്ഥികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും ഒപ്പുകളിട്ട് ഇടത്തിന്റെ ഈ ജനകീയമായ ഉദ്യമത്തിൽ പങ്കാളികളായി. ഇടം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാരായണൻ കോടനാട്ട്, ഷൗക്കത്ത് കടങ്ങോട്, നാസിമ സക്കീർ, KA ഫരീദ് അലി, PK ജയൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. You are watching VCV News.